നമസ്കാരം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഏതാണ്ട് 60 വർഷക്കാലത്തിലധികം ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ മകളായ ഇന്ദിരാ പ്രിയദർശിനി ഇന്ത്യ ഭരിച്ചു. ഇന്ദിരാ പ്രിയദർശിനി വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. രാജീവ് ഗാന്ധിയും അതീവ ദാരുണമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭാരതത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടി രാജീവ് ഗാന്ധിയുടെ വിധവയും ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അമ്മയായ സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തും എന്നൊക്കെയാണ് ഒരു തീരുമാനങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ ദേഹവിയോഗത്തിൽ ഇനി ഇത്തരം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഞങ്ങളില്ല എന്നൊരു നിലപാടെടുത്തുകൊണ്ട് ആണ് എന്ന് തോന്നുന്നു അന്ന് സോണിയാഗാന്ധി അത്തരം തീരുമാനങ്ങൾക്കൊന്നും കൂട്ടുനിന്നില്ല, അല്ലെങ്കിൽ അധികാര കേന്ദ്രത്തിലേക്ക് സോണിയാഗാന്ധി എത്തിയില്ല. എന്നാൽ ഇപ്പോഴും BJP ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെല്ലാവരും ഒരേ സ്വരത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം, കോൺഗ്രസിൽ ഇപ്പോഴും പിന്തുടർച്ചാവകാശം നിലനിൽക്കുന്നു, കുടുംബാധിപത്യം നിലനിൽക്കുന്നു. അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം ഇപ്പോൾ സജീവമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി നിൽക്കുന്നത് എന്ന ഒരു ആക്ഷേപമാണ് BJPയും മറ്റിതര രാഷ്ട്രീയ കക്ഷികളുമെല്ലാം ഉയർത്തുന്നത്. എന്താണ് ഇപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് നയിക്കുന്ന UDF അധികാരത്തിൽ വന്നത്. 102 സീറ്റുകളോടുകൂടി അധികാരത്തിൽ വന്ന് കോൺഗ്രസ് UDF മന്ത്രിസഭ അധികാരത്തിലേറിയിട്ട് 1 മാസം പോലും ആയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇതിനിടയിൽ തന്നെ കോൺഗ്രസ് മന്ത്രിസഭയിൽപ്പെട്ട ചില ആളുകൾ വലിയ വിവാദങ്ങളിലേക്ക് ചെന്ന് ചാടിയിരിക്കുന്നു. അതായത് കുടുംബാധിപത്യം, പിന്തുടർച്ചാവകാശം എന്നൊക്കെ പേര് കേട്ട് പഴി കേട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചിരുന്ന പിണറായി വിജയന്റെ കീഴിൽ CPMക്കാർ അവരവരുടെ ഭാര്യമാർക്കും, CPMന്റെ മന്ത്രിമാരുൾപ്പെടെയുള്ള CPM നേതാക്കൾ അവരവരുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കുമെല്ലാം വഴിവിട്ട രീതിയിൽ പിൻവാതിൽ നിയമനങ്ങൾ സർക്കാർ സംവിധാനങ്ങളിൽ ഏർപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ബന്ധു നിയമനങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അതിനെതിരെ ഘോരഘോരം ശബ്ദമുയർത്തിക്കൊണ്ട് തന്നെയാണ് അന്നത്തെ പ്രതിപക്ഷമായി നിലകൊണ്ടിരുന്ന ഇന്നത്തെ ഭരണകക്ഷിയായ UDF അതിഗംഭീരമായി തന്നെ പല ഐതിഹാസികമായ സമരങ്ങളും നയിച്ചുകൊണ്ട് പൊതുമധ്യത്തിലേക്ക് ഇറങ്ങിയത്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ CPM നേതാക്കളിൽപ്പെട്ട അല്ലെങ്കിൽ മന്ത്രിമാരുടെ നേതാക്കന്മാരുടെ എല്ലാം മക്കൾക്കോ ഭാര്യമാർക്കോ അനധികൃതമായ നിയമനങ്ങൾ നൽകുന്നു, പിൻവാതിൽ നിയമനം നൽകുന്നു, ബന്ധു നിയമനം നൽകുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ അന്ന് ഉയർത്തിയത് UDF തന്നെയാണ്. അതിന്റെ മുൻനിരയിൽ നിന്നിരുന്നത് VD സതീശനും ഇന്നത്തെ KPCC പ്രസിഡന്റും വൈദ്യുതി വകുപ്പ് മന്ത്രിയായ സണ്ണി ജോസഫും എല്ലാവരും തന്നെയാണ്. എന്നാൽ കാലം മാറിയതോടുകൂടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അന്നത്തെ പ്രതിപക്ഷമായിരുന്ന VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ഭരണപക്ഷമായി മാറി. ബഹുമാന്യനായ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി മാറി. ഇവിടെയാണ് രണ്ട് സമയത്ത്, ഒന്ന് പ്രതിപക്ഷമായിരിക്കുമ്പോഴും മറ്റൊന്ന് ഭരണപക്ഷമായിരിക്കുമ്പോഴും ഉണ്ടായിട്ടുള്ള നിലപാടുകളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. KPCC പ്രസിഡന്റ് ആയിരുന്ന, ഇപ്പോഴും KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായ സണ്ണി ജോസഫ് തന്റെ പേഴ്സണൽ സ്റ്റാഫുകളിൽ ആശ്രിത നിയമനം നടത്തിയിരിക്കുന്നു, ബന്ധു നിയമനം നടത്തിയിരിക്കുന്നു എന്നുള്ള വലിയ കോലാഹലങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ബന്ധു നിയമനത്തിനെതിരെ, പിൻവാതിൽ നിയമനത്തിനെതിരെ ഘോരഘോരം ശബ്ദിച്ചിരുന്ന കോൺഗ്രസിലെ പ്രഥമ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു KPCCയുടെ പ്രസിഡന്റായ സണ്ണി ജോസഫ്. സണ്ണി വക്കീൽ എന്നറിയപ്പെടുന്ന സണ്ണി ജോസഫ് ഇക്കുറി പേരാവൂരിൽ KK ശൈലജ എന്ന CPMന്റെ തലമുതിർന്ന നേതാവിനെ മലർത്തിയടിച്ചുകൊണ്ടാണ് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി നിയമസഭയിലേക്ക് വന്നത്. UDF മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ആദ്യം KPCC പ്രസിഡന്റായ സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പായിരുന്നു നിശ്ചയിക്കപ്പെട്ടിരുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ KC വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറി തീരുമാനപ്രകാരം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകളിൽപ്പെട്ട അനിൽകുമാറിന് വേണ്ടി റവന്യൂ വകുപ്പ് മാറ്റിവെക്കുകയും അങ്ങനെ വിദ്യുച്ഛക്തി വകുപ്പ്, വൈദ്യുതി വകുപ്പ്
സണ്ണി ജോസഫിലേക്ക് വന്നു ചേരുകയും ചെയ്തു എന്നുള്ളതാണ് രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഉയർന്നു കേട്ടത്. അതെന്ത് തന്നെയായാലും വൈദ്യുതി വകുപ്പ് മന്ത്രിയായി സണ്ണി ജോസഫ് സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളിൽ പിൻവാതിൽ നിയമനം നടത്തിയിരിക്കുന്നു, ബന്ധു നിയമനം നടത്തിയിരിക്കുന്നു. അത് വിവാദമായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന ബെന്നി തോമസ് എന്ന നേതാവിനെ കുറിച്ചാണ് ഇപ്പോൾ ബന്ധു നിയമനത്തെക്കുറിച്ച് വിവാദമായിരിക്കുന്നത്. ബെന്നി തോമസ് കോൺഗ്രസ്കാരൻ തന്നെയാണ്, DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു, അതുപോലെ ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം സണ്ണി ജോസഫിന്റെ സഹോദരിയുടെ ഭർത്താവാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. സണ്ണി ജോസഫ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഈ ബെന്നി തോമസിനെ നിയമിച്ചു എന്നുള്ളത് എടുത്തു പറയുന്നു. അതായത് ആ ബെന്നി തോമസിനെ സണ്ണി ജോസഫ് നിയമിച്ചതും ബന്ധു നിയമനമാണ്, അത് പിൻവാതിൽ നിയമനമാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ആശ്രിത നിയമനത്തിനും ബന്ധു നിയമനത്തിനും എതിരെ ശബ്ദമുയർത്തി തെരുവിലേക്ക് ഇറങ്ങിയ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഭരണം കിട്ടിയപ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ ആശ്രിതരെ താക്കോൽ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റിയത് എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. എന്നാൽ ഇത് മുഖ്യമന്ത്രി VD സതീശന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. പേഴ്സണൽ സ്റ്റാഫുകളെ നിശ്ചയിക്കുന്നതിൽ അതാത് മന്ത്രിമാർക്ക് താല്പര്യമെടുക്കാം, അവരുടെ താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാം എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പാർട്ടിക്കും പാർട്ടിയുടെ ആദർശത്തിനും കളങ്കമേൽപ്പിക്കുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള നിയമനങ്ങളും പാടില്ല എന്നുള്ളത് അലിഖിതമായ നിയമം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ സണ്ണി ജോസഫ് തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്ന തന്റെ സഹോദരി ഭർത്താവായ ബെന്നി തോമസിനെ ആ സ്ഥാനത്ത് നിന്നും പിരിച്ചുവിടുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ UDFന്റെ കൂട്ടായ ഒരു തീരുമാനം വന്നിട്ടില്ല. മുഖ്യമന്ത്രി VD സതീശൻ ഇതിലിപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടില്ല. സണ്ണി ജോസഫ് ഇക്കാര്യത്തിൽ വ്യക്തമായി യാതൊന്നും സമൂഹത്തോട് പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇത്തരം ഒരു നിയമനത്തിന്റെ വിവരം പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ UDFലും ചില പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നു, അസ്വാരസ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ അവധാനതയോടുകൂടി UDF ശ്രദ്ധിച്ചു മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം 10 വർഷത്തെ പിണറായി വിജയൻ എന്ന നേതാവിന്റെ കിരാത ഭരണത്തിന് ശേഷം ജനങ്ങൾ UDFന് ഭരണം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ UDFൽ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആശ്രിത നിയമനങ്ങൾ ഉൾപ്പെടെ ബന്ധു നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് UDFന് ഭരണം ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ UDF അധികാരത്തിൽ വരുമ്പോഴും ഇതുപോലെ പിൻവാതിൽ നിയമനത്തിനും ബന്ധു നിയമനത്തിനുമാണ് താല്പര്യം കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും മറ്റ് മുന്നണികളിൽ നിന്ന് UDFനും യാതൊരു തരത്തിലുള്ള മാറ്റമില്ല എന്ന് ജനങ്ങൾ ധരിക്കും. അങ്ങനെ ജനത്തിന്റെ വിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിലൊരു തീരുമാനമെടുക്കാൻ UDF സർക്കാരിനാകില്ല എന്ന് ജനം ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ട് സണ്ണി ജോസഫ് ഈ കാര്യത്തിൽ തന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ബെന്നി തോമസിനെ നിയമിച്ചതിൽ ആ നിയമനത്തിൽ ഒരു പുനഃപരിശോധന നടത്തും എന്നാണ് ഇപ്പോൾ ജനങ്ങളും വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നു. എന്താണ് ഈ കാര്യത്തിൽ ഇനി നടക്കുക? VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടുമോ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇടപെടുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കുക.